നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ആൻഫീൽഡിൽ ലിവർപൂളിനെ പൂട്ടി യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ പലർക്കും അത് അത്ര അങ്ങ് ദഹിക്കില്ല. കാരണം വലിയ ആധിപത്യമാണ് ലിവർപൂൾ ഈ കളിയിൽ പുലർത്തിയത്. എന്നാൽ വിലപ്പെട്ട ഒരു പോയിൻ്റാണ് അവിടെ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊണ്ടുപോയത് എന്ന് നോക്കുക. ആൻഫീൽഡിൽ ഇതിനു മുമ്പുള്ള മത്സരങ്ങളിൽ വലിയ രൂപത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള യുണൈറ്റഡാണ്. അതുകൊണ്ട് തന്നെ പൂട്ടി എന്ന് തന്നെ പറയാം. ഒരു പോയിൻ്റ് അവർ കൊണ്ടുപോയി. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമായിരുന്നു ഈ കളി ജയിച്ചിരുന്നെങ്കിൽ. അത് സംഭവിച്ചില്ല. 38 പോയിന്റുമായിട്ട് ആസ്റ്റൺ വില്ലക്കൊപ്പം അവർ നിൽക്കുകയാണ്. 17 കളികൾ 38 പോയിന്റ്. എന്തായാലും ഗോൾ ഡിഫറൻസിന്റെ ആനുകൂല്യത്തിൽ ലിവർപൂൾ രണ്ടാമതും ആസ്റ്റൺ വില്ല മൂന്നാമതുമാണ്. ആഴ്സണൽ 17 കളികളിൽ നിന്ന് 39 പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് തിരികെ എത്തിയിരിക്കുന്നു. ഏതായാലും കളിയിൽ വലിയ ആധിപത്യം ലിവർപൂൾ പുലർത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗോൾ രഹിതമായിട്ടാണ് മത്സരം അവസാനിച്ചത്. 34 ഷോട്ടുകളാണ് ലിവർപൂൾ ഉതിർത്തത്. 34 ഷോട്ടുകൾ. അത് അവരെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓൺ റെക്കോർഡ് ഇൻ എ പ്രീമിയർ ലീഗ് ഗെയിം വിത്തൗട്ട് സ്കോറിങ്. ഗോൾ അടിക്കാതെ അവരൊരു കളിയിൽ ഉതിർക്കുന്ന ഏറ്റവും അധികം ഷോട്ടുകളാണത്. ഏതായാലും 2003-2004 മുതലുള്ള കണക്കാണ് ഈ പറയുന്നത്. ഏതായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശജനകമായിട്ടുള്ള മത്സരം എന്ന് പറയണം. എന്നാൽ ആന്ദ്രേ ഒനാന 8 സേവുകൾ നടത്തി. അത് ഒരു യുണൈറ്റഡ് ഗോൾ കീപ്പർ ഗോള് പോലും കൺസീഡ് ചെയ്യാതെ നടത്തുന്ന 2019 ജനുവരിയിൽ ഡീഹിയ സ്പേഴ്സിനെതിരെ നടത്തിയ ആ ഒരു പ്രകടനത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സേവുകളുടെ കണക്കാണ്. ഏതായാലും ഒനാനയുടെ 8 സേവുകൾ എല്ലാം കൂടി ചേർന്നപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നാം സ്ഥാനത്തെത്താനുള്ള അവസരം നഷ്ടമാവുന്ന കാഴ്ച. പിന്നെ ഒരു കാര്യം ഉണ്ടായത് ഡിയേഗോ ഡാലോട്ടിൻ്റെ റെഡ് കാർഡാണ്. അദ്ദേഹത്തിന് 10 സെക്കൻഡിനിടയ്ക്ക് 2 യെല്ലോ കാർഡുകൾ അങ്ങ് കൊടുത്ത് റഫറി അങ്ങ് പറഞ്ഞു വിട്ടു. 10 പേരുമായിട്ടാണ് ഒടുവിൽ യുണൈറ്റഡ് കളി അവസാനിപ്പിച്ചത്. എങ്കിലും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം, ടെൻ ഹാഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റ് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ 17 കളികളിൽ നിന്ന് 28 പോയിന്റുമായിട്ട് യുണൈറ്റഡ് 7ാം സ്ഥാനത്താണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.